തിരുവനന്തപുരം മരുതൂർ കടവിൽ വൃദ്ധമാതാവിനെ അതിക്രൂരമായി മർദ്ദിച്ച മകനും മരുമകൾക്കുമെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തി കേസെടുത്ത് പോലീസ്. പ്രതികളെ ഉടൻ കസ്റ്റഡിയിലെടുക്കാനാണ് പോലീസിന്റെ നീക്കം. മർദ്ദനത്തിൽ വയോധികയുടെ തോളിന് പരിക്കേൽക്കുകയും ചുണ്ടിൽ മുറിവുണ്ടാവുകയും ചെയ്തിരുന്നു. വിഷയത്തിൽ ഇടപെട്ട മന്ത്രി ബിന്ദു കൃഷ്ണ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. വയോധികയുടെ മുഴുവൻ ചികിത്സാ ചെലവും സർക്കാർ ഏറ്റെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. സുനിഷ ഏരോ നൽകും വിശദാംശങ്ങൾ. സുനിഷ, ഇന്നലെ നമ്മൾ ആ അമ്മയുടെ വിഷമം കണ്ടതാണ്. ചുണ്ടിലടക്കം 8ഓളം സ്റ്റിച്ചുകളാണ്. കൈയിനും പരിക്കേറ്റിട്ടുണ്ട്. അതിക്രൂരമായ മർദ്ദനമാണ് മകന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ റിപ്പോർട്ട് വാർത്തയ്ക്ക് പിന്നാലെ ഇടപെടലും ഉണ്ടായിട്ടുണ്ട്. ഇനി ഈ അന്വേഷണത്തിന്റെ കൂടുതൽ നീക്കങ്ങൾ എങ്ങനെയൊക്കെയാണ്? എപ്പോഴാണ് ഈ മകനെയും അതുപോലെ മരുമകളെയും കസ്റ്റഡിയിലെടുക്കുക? സുനിഷ. കീർത്തന, 73-കാരിയായ സരസ്വതി അമ്മയെ ഇത്തരത്തിൽ മർദ്ദിച്ച കാര്യങ്ങൾ ഈ മകനും മകന്റെ ഭാര്യയും ചേർന്ന് മർദ്ദിച്ച് പുറത്താക്കിയ വിവരം നമ്മൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വിടുന്നത്. പിന്നാലെ തന്നെ മന്ത്രിയടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ വീട്ടുകാരുടെ നിർദ്ദേശപ്രകാരം തന്നെ ഒത്തുതീർപ്പിലേക്ക് പോയ ഒരു സംഭവമായിരുന്നു. പക്ഷേ പിന്നീട് ഈ ഒത്തുതീർപ്പായി തിരിച്ചു വന്നപ്പോഴും മകനും മരുമകളും ചേർന്ന് ഈ അമ്മയെ പുറത്താക്കുന്ന ഒരു സമീപനം തുടരുകയും ഈ തള്ളിയിടുന്നതും ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ പല മുറിവുകളും അവരുടെ ശരീരത്തിൽ കാണാമായിരുന്നു. ചുണ്ടിന് മുറിഞ്ഞും ഈ തോളിൽ പൊട്ടിയും ഒക്കെ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടായിരുന്നു. പിന്നാലെയാണ് അവർ പരാതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നതും ഫോർട്ട് പോലീസ് സ്ഥലത്തെത്തി കേസെടുക്കുകയും ചെയ്തത്. കൂടുതൽ വകുപ്പുകൾ ചുമത്തിയതായാലും കേസെടുത്തിട്ടുണ്ട്. ഇനി നിലവിൽ ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഈ വീട്ടിൽ നിന്നും ഇവരോട് ഒഴിഞ്ഞുപോകാൻ ഫോർട്ട് പോലീസ് 10 ദിവസത്തിനകം തന്നെ ഒഴിഞ്ഞു പോകണമെന്ന ആവശ്യം അത് നേരത്തെ പരാതിയുമായി പോയപ്പോൾ തന്നെ പറഞ്ഞതാണ്. പക്ഷേ ഈ മകനോ മകന്റെ ഭാര്യയോ അതിന് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉടനടി ഇവരെ ഈ വീട്ടിൽ നിന്ന് മാറ്റുക എന്നുള്ളത് തന്നെയായിരിക്കും. സ്വാഭാവികമായും ഈ അമ്മയെയും ഈ മക്കളെയും ഒരുമിച്ച് നിർത്തുമ്പോൾ അവരുടെ സുരക്ഷിതത്വം എത്രത്തോളമാണ് എന്നൊരു ചോദ്യം ഒരു ഭാഗത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മകനെ ഈ വീട്ടിൽ നിന്നും മാറ്റാനുള്ളൊരു ആവശ്യം, മകനോട് ഈ വീട്ടിൽ നിന്നും മാറാനുള്ളൊരു ആവശ്യം അത് പോലീസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഉടൻ തന്നെ ഈ മകൻ ഇവിടെ നിന്നും മാറും. ശേഷം അമ്മയ്ക്ക് സുഖമായി അവിടെ നിൽക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഒപ്പം ഇന്നലെ മന്ത്രി സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നത് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒരുക്കുമെന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ ശരീരത്തിലെ മുറിവുകളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തുടർ ചികിത്സയടക്കം ലഭ്യമാക്കുമെന്നുള്ളതാണ് ഇന്നലെ ബിന്ദു കൃഷ്ണ മന്ത്രി തന്നെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് കൂടി സർക്കാർ കടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഫോർട്ട് പോലീസ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട്. ഇനി കസ്റ്റഡിയിലെടുക്കുകയും തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുമെന്നുള്ളതാണ് കീർത്തന. ശ്രുതി. സുനിഷ ഏലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. അതിക്രൂര മർദ്ദനമാണ് ഇന്നലെ അമ്മയ്ക്ക് മകന്റെ ഭാഗത്ത് നിന്ന് ഏറ്റത്. എന്തായാലും അതിൽ ഇടപെടൽ വന്നിരിക്കുന്നു. തുടർ നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകും.